ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വിഗോ സ്കൂട്ടറിൻ്റെ കാർബറേറ്റർ ക്ലീനിങ് ആണ്. അപ്പോൾ അത്യാവശ്യം ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 300 രൂപ ചാർജ് അവർ മേടിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ കാർബറേറ്റർ. അതിനകത്ത് 10ൻ്റെ 2 നട്ട് വരുന്നുണ്ട്. അത് രണ്ടും അഴിച്ച് ഈസിയായിട്ട് നമുക്ക് ഊരിയെടുക്കാം. അതിനുശേഷം കാർബറേറ്ററിൻ്റെ വെളിവശമെല്ലാം നല്ലവണ്ണക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പുറമെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷമേ കാർബറേറ്ററിൻ്റെ അകത്തേക്ക് പോകാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ പെട്രോൾ പോകുന്ന ജെറ്റ് എന്ന് പറയുന്നത് ഒരു ചെമ്പ് കമ്പി, അതായത് ഒരു വയറിനകത്തുള്ള ഒരു ചെമ്പ് കമ്പി കയറാനുള്ള ഭാഗത്തിനേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പുറത്ത് അഴുക്കും പൊടിയെല്ലാം അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പുറം വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം കാർബറേറ്റർ ഇളക്കി എടുത്തതിന് ശേഷം അതിനകത്ത് അടിയിൽ അടിഞ്ഞു കിടക്കുന്ന പൊടികളെല്ലാം എന്തെങ്കിലും സ്കൂട്ടർ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യണം. ഈ കാണുന്ന 2 ഹോൾ കണ്ടില്ലേ, അത് നല്ല രീതിയിൽ എയർ അടിച്ച് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ആ ജെറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്ത് തന്നെ ഇട്ട് നല്ല രീതിയിൽ മുറുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ ജെറ്റെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് അതേപോലെ ഇട്ട് അടയ്ക്കണം. അപ്പോൾ അവിടെ വരുന്ന 4 സ്ക്രൂ ഇട്ട് നല്ല ടൈറ്റ് ചെയ്ത് മുറുക്കുക, ഇല്ലെങ്കിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് മുറുക്കുക. പറ്റുമെങ്കിൽ ഒരു പഴയ പാത്രത്തിനകത്ത് കുറച്ച് പെട്രോൾ എടുത്ത് അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇപ്പോൾ പെട്രോളിനൊക്കെ വില കൂടുതലായതിനെ കൊണ്ട് അങ്ങനൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് തട്ടി തൂത്ത് ക്ലീൻ ആക്കി ഇടുന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സംഭവങ്ങളെല്ലാം ഇടണം. വീഡിയോ ശ്രദ്ധിച്ച് നോക്കണം, നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ഇനി 10ൻ്റെ നട്ടിട്ട് മുറുക്കുക. ആ മുകളിൽ വരുന്ന 2 ഹോളെന്ന് പറയുന്നത് ഒന്ന് കാർബറേറ്ററിൻ്റെ സ്ലൈഡർ വരുന്നതും ഒന്ന് കാർബറേറ്ററിൻ്റെ ചോക്ക് വരുന്നതുമാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധാപൂർവം തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഈ മുറുക്കുന്നതെല്ലാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. 10ൻ്റെ സ്പാനറിട്ട് നമുക്ക് മുറുക്കാം. ഇപ്പോൾ അതിനകത്തോട്ട് നമ്മളിടുന്നത് കാർബറേറ്ററിൻ്റെ സ്ലൈഡറാണ്. അത് ശ്രദ്ധിച്ചിടണം. അത് കറക്റ്റായിട്ട് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പം അതും ശ്രദ്ധാപൂർവം മുറുക്കണം. അത് കൈകൊണ്ട് മുറുക്കിയാൽ മതിയാവും. പിന്നെ അതിന് ശേഷം ഈ തൊട്ടടുത്ത ഹോളിൽ വരുന്നത് ഇപ്പോൾ പിടിച്ചിടുന്നത് നമ്മൾ ചോക്ക്. നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് ട്രബിൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചോക്ക് പിടിച്ചാണ് നമ്മൾ വലിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് കൈകൊണ്ട് മുറുക്കിയതിന് ശേഷം അതും നമ്മൾ സ്പാനർ കൊണ്ട് കറക്റ്റായിട്ട് മുറുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ നോക്കി തന്നെ നമുക്ക് ക്ലിയറായിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കൈ കൊടുത്ത് നോക്കുകയാണ് വണ്ടിക്ക്. അപ്പോൾ സ്റ്റാർട്ടാവാതെ വന്ന വണ്ടിയായിരുന്നു. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും യൂസ് ആവുന്ന വീഡിയോസ് ആയിരിക്കും.